ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അപ്പം ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാനൊരു 1 കിലോ അരി കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്ത് സവാള ഉള്ളിയൊക്കെ വഴറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു ചെമ്പ് വെച്ച് അതിലേക്ക് 1.5 ലിറ്റർ വെള്ളമാണ് 1 കിലോ അരിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഗ്രാമ്പൂവും തക്കോലവും ഏലക്കയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഉപ്പിട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് സവാളയും നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ക്യാരറ്റും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഫ്രൈ ആക്കി സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറി, പപ്പടവും ഫ്രൈഡ് റൈസും അച്ചാറും ഒക്കെ റെഡിയായി കഴിക്കാനുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറി അടിപൊളിയായിരുന്നെന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.